എത്തിയിട്ടുള്ളത് മുഅത്തത്ത് രണാകുളത്തിൽ ഒന്നാമതായി ഷഹീദായ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ ചാരത്താണ്. 3000 സഹാബികൾ പങ്കെടുക്കുന്ന യുദ്ധത്തിൽ ഒന്നാമതായി അമീറായ റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ചത് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഒരു സംക്ഷിപ്തമാണ് ഇവിടെ ഇതിൽ നൽകിയിട്ടുള്ളത്. അസ്സഹാബി അൽ ജലീൽ, വളരെ പ്രമുഖനായ മഹാനായ സഹാബിയാണ് സയ്യിദ് ഇബ്നു ഹാരിസ ഇബ്നു ശുറഹ്ബീൽ ഇബ്നു അബ്ദുൽ ഉസ്സ. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് ഫഖദ അഹബ്ബഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ ഇഷ്ടവും സ്നേഹവുമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട്. വഖാല ലഹു, ഒരിക്കൽ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറയുക തന്നെ ചെയ്തിട്ടുണ്ട്, യാ സയ്യിദ്, സയ്യിദേ, അന്ത മൗലായ വ മിന്നി വ ഇലയ്യ വ അഹബ്ബുൽ ഖൗമി ഇലയ്യ. സയ്യിദേ, നീ എന്റെ സഹോദരനാണ്, എന്നിൽപ്പെട്ട ആളാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. വ അഹബ്ബുൽ ഖൗമി ഇലയ്യ, ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സയ്യിദ് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ അങ്ങേയറ്റത്തെ സ്നേഹിതൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. വഹുവ മിൻ അവ്വാഇലിൽ ലദീന ദഖലുൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളുകളിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. വകാന റജുലൻ ഷദീദുൽ അദിമ്മ, നല്ല ശരീരം ഉഷാറുള്ള ആളായിരുന്നു. വയുക്കന്ന ബി അബി ഉസാമ, അബൂ ഉസാമ എന്ന പേരിൽ, സയ്യിദുള്ളാഹിന്റെ മകന്റെ പേരാണ് ഉസാമ, അതുകൊണ്ട് അബൂ ഉസാമ, ഉസാമയുടെ ബാപ്പ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കുഞ്ഞത്തലമായി അങ്ങനെ ഉദ്ധരിച്ചിരുന്നു. തബന്നാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല ബിഅസതിഹി, റസൂലുള്ളാഹിക്ക് ഈ നബൂവത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് നബിയുടെ മകനായി റസൂലുള്ളാഹി വളർത്തിയ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു. ഫലമ്മാ നസലത്തിൽ ആയത്തുൽ കരീമ വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും ഉദൂഹും ലിആബാഇഹിം, ഓരോരുത്തരെയും അവരുടെ ബാപ്പയിലേക്ക് ചേർത്ത് വിളിക്കണമെന്ന ആയത്തിറങ്ങുന്നത് വരെ സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്ന പേരിൽ, അതായത് റസൂലുള്ളാഹിന്റെ പുത്രൻ എന്ന പേരിൽ അറിയപ്പെട്ട സഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഈ ആയത്തിറങ്ങി ഓരോരുത്തരെയും അവരുടെ ബാപ്പയിലേക്ക് ചേർത്താണ് വിളിക്കേണ്ടത് എന്ന ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജിഅ നസ്ബഹു ലിഅബീഹി, ഇനി നീ നിന്റെ ബാപ്പയിലേക്ക് ചേർത്ത് പറയണം. ബാപ്പയുടെ പേര് ശുറഹ്ബീൽ എന്നാണ്. ഹാരിസത്തിന്റെ ബാപ്പയുടെ പേര് ശുറഹ്ബീൽ എന്ന്. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സവ്വജഹു ബി സൈനബ ബിൻത് ജഹ്ഷൻ, റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് സൈനബ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തു. ഫലമ്മാ തല്ലഖഹ, അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഈ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു സൈനബ ബീവിയെ ത്വലാഖ് ചൊല്ലിയപ്പോൾ തസവ്വജഹ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി തങ്ങൾ ആ സൈനബ ബീവിയെ വിവാഹം ചെയ്തു. അതെന്തിനാ? ലി ഇബ്താലി ആദത്തി തബന്നി ബിശക്ലിൻ അമലിയൻ, അങ്ങനെ ഒരു വിചാരം സാധാരണ നാട്ടിലുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വളർത്തുപുത്രനാണല്ലോ ഇദ്ദേഹം. വളർത്തുപുത്രന്മാർ ത്വലാഖ് ചൊല്ലിയാൽ പിന്നെ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ആ സൈനബ ബീവിയെ വിവാഹം ചെയ്തു. ഇതിനെ പറയുന്നു ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ബൈനഹു വബൈന ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് വ ഉസൈദ് ഇബ്നു ഹുലൈർ, ഉസൈദ് ഇബ്നു ഹുലൈർ, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇവരുമായി വലിയ കൂട്ടുബന്ധം, ഇവരെ ചങ്ങാതിമാരാക്കി മാറ്റി. സയ്യിദ് റളിയല്ലാഹുവിന്റെ ചങ്ങാതിമാരായിട്ട് ഇവരെ നിർണയിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സബജഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിനതുഹു വ മൗലാതുഹു ഉമ്മു ഐമൻ, റസൂലുള്ളാഹി തങ്ങളെ വളർത്തുകയും മുലയൂട്ടുകയും ചെയ്ത ഉമ്മു ഐമൻ ബീവിയെ പിന്നീട് സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തു. വശഹിദ ബദറൻ, ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്, ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്. വസ്തഖ്ലഫഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മദീന ഹീന ഖറജ, റസൂലുള്ളാഹി മദീനയിൽ നിന്ന് പുറപ്പെടുകയും അതേപ്രകാരം തന്നെ മദീനയിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ പലപ്പോഴും റസൂലുള്ളാഹിന്റെ പകരക്കാരനായി, പ്രതിനിധിയായി റസൂലുള്ളാഹി തങ്ങൾ നിർണയിച്ചിരുന്നത് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ്. വശഹിദൽ ഖന്ദക, ഖന്ദക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. വൽ ഹുദൈബിയ, ഹുദൈബിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. വ ഖൈബറ, ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വഹുവ മിൻ അംഹരി റുമാത്തി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ നിപുണനായ അമ്പെയ്ത്ത് വിദഗ്ധനായിരുന്നു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഖറജ അമീറൻ ലി സബഇ സറായ, 7ഓളം യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. അഖദ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറായത ഫി ഗസ്വതി മുഅ്ത ഫി ജമാദിൽ ലൂല സനത സമാനിൽ ഹിജ്റ, ഹിജ്റ 8 ഈ മുഅ്ത യുദ്ധത്തിൽ നേതൃത്വം കൊടുക്കാൻ ആദ്യമായി റസൂലുള്ളാഹി കൊടിയേൽപ്പിച്ചത്
സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ ആകത്തുക ഇങ്ങനെയൊക്കെ ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് പരിഗണന മുത്തുനബി നൽകിയ മഹാനായ ഒരു സഹാബിയുടെ ഹളറത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അതിന്റെ പരിസരത്ത് നിന്ന് ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദത്തീനും ഓതിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം. അള്ളാഹു ഈ സിയാറത്ത് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ കബൂലിയത്തും നമുക്ക് നൽകട്ടെ. ഇനിയും അള്ളാഹുവിന്റെ സഹാബിമാരെയും അമ്പിയാക്കളെയും ഒക്കെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും എത്തിപ്പെട്ട് സന്ദർശിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെയും നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി അങ്ങോട്ട് നിൽക്കാം.